തന്നിൽ നായക, എന്നും നീ തന്നെ എന്നെ കാവൽ ചെയ്യുന്നവൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു നല്ലൊരു പ്രഭാതം കണ്ടുണരുവാൻ സർവകൃപാലുവായ ദൈവം നമ്മളെ ഇന്ന് ഒരുക്കിയതിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഈ പകൽക്കാലം നിങ്ങളോടൊപ്പം കഷ്ടകാലം എന്നൊരു ചിന്തയുമായി ഞാൻ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരികയാണ്. നിങ്ങളേവരുടെയും പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലം ഒരു കഷ്ടകാലത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. വളരെയേറെ പാപത്താൽ നിറഞ്ഞ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് വളരെ കഷ്ടം ഉള്ള ഒരു കാലം തന്നെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പ്രത്യാശയോടെ പറയുന്നു, ആ കഷ്ടകാലത്ത് നമ്മളെ നയിക്കുവാൻ താങ്ങുന്ന കാക്കുന്ന ഒരു ദൈവം നമ്മുടെ മുന്നിലുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നമുക്ക് ഇപ്രകാരം വായിക്കുന്നു: സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷ കാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാനും നിന്നെ കാക്കുന്ന ഒരു പ്രത്യാശയുള്ള വചനമാണ് ഇന്ന് പൽക്കാലം നമുക്ക് തന്നിരിക്കുന്നത്. അമേരിക്കയിൽ ഒരു കൂട്ടം ജനം അവരവർ ആരാധിക്കുന്ന സഭ വിട്ട്, അവരുടെ തെറ്റായ രീതികൾ വിട്ടിട്ട് ഒരു സ്ഥലത്ത് ഒത്തുകൂടിയും അവർ പഴയ നിയമമായ 27-ാമത്തെ പുസ്തകമായ ദാനിയേലിൻ്റെ പുസ്തകം ആഴമായി ചിന്തിക്കുവാനും തുടങ്ങി. അവരുടെ ആ ചിന്തയിൽ കൂടി ഒരു കാര്യം ഊരിത്തിരിഞ്ഞു വന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവ് അത് ആസന്നമായിരിക്കുന്നെന്ന് അവർ കാണുകയും 1844 ഒക്ടോബർ മാസം 22-ാം തീയതി അത് സംഭവിക്കുമെന്ന മിഥ്യാധാരണയോടു കൂടി അവരത് പഠിപ്പിക്കുകയും ചെയ്തു. അത് ലോകത്തിലൊക്കെയും പ്രചരിക്കുകയുണ്ടായി. അതുമൂലം അവരവർ ആരാധിക്കുന്ന സഭയിൽ നിന്നും പുറത്താക്കി. അവരങ്ങനെ ആ 2-ാം വരവിനായി കാത്തിരുന്നിട്ട് എന്ത് പറ്റി? അന്ന് കർത്താവായ യേശുക്രിസ്തു കടന്നു വന്നില്ല. അന്ന് അവരെ സംബന്ധിച്ചൊരു കഷ്ടകാലമായിരുന്നു. ആദ്യം അവരെ സഭയിൽ നിന്ന് പുറത്താക്കി, ഇപ്പോൾ സമൂഹം പുറത്താക്കി. അവർ വളരെ വിഷമത്തോടു കൂടി നിന്ന് പലവരും സഭകൾ വിട്ടുപോയി, വിശ്വാസത്തിൽ നിന്നിട്ട് പോയെങ്കിലും ഒരു ചുരുങ്ങിയ കുറച്ച് വ്യക്തികൾ എന്ത് ചെയ്തു? വീണ്ടും ഇതിനെ ആഴമായി പഠിക്കുവാൻ തുടങ്ങി. ദാനിയേലിൻ്റെ പുസ്തകം അവർ ആഴമായി പഠിക്കുകയും 2300 സന്ധിവൃക്ഷത്തിനെയൊക്കെ പറ്റി അവർ കൂടുതലായി പഠിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി അവർക്കൊരു കാര്യം മനസ്സിലായി. കർത്താവിൻ്റെ വരവെന്നും ഈ സമയത്തല്ല എന്ന് മനസ്സിലാകുകയും അവരെ അന്ന് വിളിച്ച പേരെന്ന് പറഞ്ഞാൽ പുനരാഗമന കാംക്ഷികളെന്നാണ്. വീണ്ടും വരവിനായി കാത്തിരിക്കുന്ന ഒരു സമൂഹമെന്ന് അവരെ വിളിക്കപ്പെട്ട് ആ സമൂഹം എന്ത് ചെയ്തു? വീണ്ടും അവർ പ്രത്യാശയോടുകൂടി ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ തുടങ്ങി. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസ് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ വരിക്കുന്ന എന്താണ്? അവർ നല്ലപോർ പൊരുതി വിശ്വാസം കാത്ത്, അവർ നല്ലപോർ പൊരുതി പഠിച്ച് അവർ വിശ്വാസം കാത്തതിൻ്റെ ഫലമായി അവർ ഒരു തീരുമാനം എടുത്തു. ഇങ്ങനെ ഒരു ദിവസത്തിലൊന്നും കർത്താവിൻ്റെ വരവ് ആസന്നമല്ല, അതിനി കാലതാമസമുണ്ട്. നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ആ പുനരാഗമനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നുള്ളൊരു പ്രത്യാശ അവർക്കുണ്ടാകുകയും ചെയ്തു. അവരെ ആ കഷ്ടകാലത്ത് നിന്നും വചനങ്ങൾ കൂടി അവരെ മോചിതരാക്കുവാൻ ഇടയായി. നമ്മൾ കഷ്ടകാലം ഒന്ന് ചിന്തിക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഇതൊരു വലിയ കഷ്ടകാലമായിരുന്നു. കാരണം അവർ സമൂഹത്തിൽ നിന്ന് സഭയിൽ നിന്നൊക്കെ പുറന്തള്ളിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു ദൈവത്തിൻ്റെ വചനം അവർ പ്രത്യാശയോടെ വീണ്ടും പഠിക്കുവാൻ കഴിഞ്ഞ് കഷ്ടങ്ങളുടെ നാഴികയിൽ ഞാൻ നിന്നെ കാത്തുകൊള്ളും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കഷ്ടങ്ങളുടെ നാഴികയിൽ ഞാൻ നിന്നെ കാത്തുകൊള്ളും. അവർ ആ കഷ്ടതയിലും ദൈവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ അവർ തീരുമാനിച്ചതിൻ്റെ ഭാഗത്തിൽ കർത്താവിൻ്റെ വരവ് എപ്രകാരമാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അപ്രകാരമുള്ള ഒരു പുനരാഗമന കാംക്ഷികളാണ് നാം ഓരോരുത്തരും. കർത്താവിൻ്റെ വരവിന് ഇനിയും സമയമുണ്ട്. അതിനായി നമ്മളാണ് ഒരുങ്ങേണ്ടത്. നമ്മൾ എത്രത്തോളം കർത്താവിനോട് അടുക്കുമോ അത്രത്തോളം കർത്താവിൻ്റെ വരവ് ആസന്നമാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മൾ ഒരുക്കമുള്ളവരാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഒരുങ്ങണം. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരു പുനരാഗമന കാംക്ഷികളായി ഒരുങ്ങിയാൽ തീർച്ചയായും കർത്താവിൻ്റെ വരവ് ആസന്നമാകും. ആ 2-ാമത്തെ വരവിൽ നമ്മൾ പ്രത്യാശ കൂടി ദൈവസന്നിധിയിലായിരിക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ദൂതാണ് നമുക്ക് ഇന്ന് തരുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, ഒരുങ്ങുക. ഈ കാലങ്ങളൊക്കെ ദൈവം അതിനായി നമ്മളെ ഒരുക്കുമാറാകട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.
മഹാപരിശുദ്ധനും നീതിമാനുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഈ പാൽക്കാലം ഞങ്ങൾ കേട്ടതായ വചനം പോലെ കർത്താവെ, ഞങ്ങൾ തെറ്റായ രീതിയിലല്ല പഠിക്കേണ്ടത്. സത്യവചനം സത്യമായി പഠിക്കുകയും അതിനൊപ്പം അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു കൂട്ടം ജനം ദൈവമേ കാത്തിരുന്ന് ഒരു ഡേറ്റും പ്രഖ്യാപിച്ചപ്പോൾ അന്ന് വന്നില്ല എന്ന് കണ്ടിട്ട് അവർ നിരാശരായില്ല കർത്താവെ. അവർ വീണ്ടും ദൈവമേ വചനം പഠിക്കുകയും അതിൽ പ്രകാരം അവർക്ക് സത്യത്തെ തിരിച്ചറിയുവാനും കഴിഞ്ഞുള്ള കർത്താവെ. ദൈവമേ, ഇന്ന് അനേക തെറ്റിദ്ധാരണയുടെ ഭാഗമായി അനേക തെറ്റിദ്ധാരണയിൽ കൂടി വചനം പഠിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശരിയായ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഈ പാൽക്കാലത്ത് കേൾക്കുന്ന ഓരോ ദൈവമക്കളെയും അതിനായി ഒരുക്കമാറാകണമെന്ന് അരുമരക്ഷകനായ യേശുവിൽ കൂടി യാചിക്കുന്നു. കൃപയോട് ഈ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.